നമസ്കാരം. ഇന്ന് ഇതുവരെയുള്ള വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി ലൈവ് അറ്റ് 6 ആരംഭിക്കുകയാണ്. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. റോഡിൽ നിയമം തെറ്റിച്ചാൽ ഇനി കടുത്ത നടപടി. പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്ത പരിശോധന. കൂടുതൽ AI ക്യാമറകളും ഹൈവേകളിൽ 24 മണിക്കൂർ പെട്രോളിംഗും. തീരുമാനം ADGP വിളിച്ചു ചേർത്ത യോഗത്തിൽ. യോഗം യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ന്യൂസ് 18 ലൈവ് അത്തോണിന് പിന്നാലെ. തലസ്ഥാനത്തെ നിഷ ക്ലബ് ഗുണ്ട ഏറ്റുമുട്ടലിൽ എയർപോർട്ട് സാജനും മകൻ ഡാനിയും അടക്കം 10 ഗുണ്ടകൾ അറസ്റ്റിൽ. നോട്ടീസ് കിട്ടിയിട്ടും ഹാജരാകാതെ ഓം പ്രകാശ്. ഗുണ്ടകൾക്ക് മുന്നിൽ പോലീസ് തമ്മിലടിച്ച സംഭവത്തിൽ അന്വേഷണത്തിന് പോലീസ് മേധാവിയുടെ ഉത്തരവ്. ന്യൂസ് 18 ഇംപാക്ട്. ചോദ്യപേപ്പർ ചോർച്ചയിൽ പോലീസിനൊപ്പം ആഭ്യന്തര അന്വേഷണവും. അന്വേഷണത്തിന് 6 അംഗ സമിതി. മുഖ്യമന്ത്രിയെ കണ്ട് വിദ്യാഭ്യാസ മന്ത്രി. വയനാട് പുനരധിവാസത്തിൽ സിദ്ധരാമയ്യയ്ക്ക് മുഖ്യമന്ത്രിയുടെ മറുപടി. ടൗൺഷിപ്പിൽ അന്തിമ രൂപമായാൽ കർണാടകത്തെ അറിയിക്കും. 100 വീട് വാഗ്ദാനത്തിലും നന്ദി അറിയിച്ച് പിണറായിയുടെ കത്ത്. വഞ്ചിയൂർ CPM സമ്മേളനത്തിൽ വിമർശനം കടുപ്പിച്ച ഹൈക്കോടതി. വഴിയടച്ച സ്റ്റേജിലിരുന്ന MV ഗോവിന്ദൻ അടക്കമുള്ളവർ നടപടി നേരിടേണ്ടി വരും. DGP വിശദീകരണം നൽകി. ഫുട്പാത്തിൽ പോലും ജനത്തിന് രക്ഷയില്ലെന്നും കോടതി. ക്യാമ്പസുകളിൽ രാഷ്ട്രീയം നിരോധിക്കേണ്ടെന്ന് ഹൈക്കോടതി. തടയേണ്ടത് രാഷ്ട്രീയ കളി. ജനാധിപത്യപരമായ രാഷ്ട്രീയ പ്രവർത്തനം ഗുണകരമെന്നും കോടതി. മലപ്പുറത്ത് കമാൻഡോ ആത്മഹത്യ ചെയ്തത് ലീവ് കിട്ടാത്തതിനാൽ. വെടിയുതിർത്ത് മരിച്ചത് അരീക്കോട് പോലീസ് ക്യാമ്പിലെ വിനീത്. ലീവ് അനുവദിച്ചിരുന്നുവെന്ന് പോലീസ്. ഡിവൈഎസ്പി അന്വേഷിക്കും. ക്യാമ്പിലെ ക്രൂരതയെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് T സിദ്ദിഖ് MLA. കേരള ബ്ലാസ്റ്റേഴ്സ് കോച്ച് മിഖായൽ സ്റ്റാറയെ പുറത്താക്കി. മാനേജ്മെന്റ് നീക്കം മോശം പ്രകടനത്തിന് പിന്നാലെ. സ്റ്റാറയ്ക്കൊപ്പം സഹ പരിശീലകരും പുറത്ത്. പുതിയ പരിശീലകരെ ഉടൻ പ്രഖ്യാപിക്കുമെന്നും മാനേജ്മെന്റ്. വിശദമായി നോക്കാം. അപകടം പേടിക്കാതെ യാത്ര ചെയ്യാനാകണം. സംസ്ഥാനത്തെ വാഹനാപകട പരമ്പരകളുടെ പശ്ചാത്തലത്തിൽ റോഡുകളിൽ സംയുക്ത പരിശോധനയ്ക്ക് തീരുമാനം. അമിതവേഗം, മദ്യപിച്ച് വാഹനമോടിക്കൽ, അശ്രദ്ധമായ ഡ്രൈവിംഗ് എന്നിവയിൽ പിടിവീഴും. പോലീസും മോട്ടോർ വാഹന വകുപ്പും ചേർന്നാണ് പരിശോധന നടത്തുക. ADGP മനോജ് എബ്രഹാം വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. സംസ്ഥാനത്തെ റോഡുകളിലെ അപകട മേഖലകൾ കേന്ദ്രീകരിച്ചാകും തുടക്കത്തിൽ പോലീസിന്റെയും MVDയുടെയും പ്രത്യേക പരിശോധന. അമിതവേഗം, മദ്യപിച്ച് വാഹനമോടിക്കൽ, അശ്രദ്ധമായ ഡ്രൈവിംഗ്, ഹെൽമറ്റ്, സീറ്റ് ബെൽറ്റ് എന്നിവ ധരിക്കാതിരിക്കുക തുടങ്ങിയ ഗതാഗത ലംഘനങ്ങൾക്കും കർശന നടപടി സ്വീകരിക്കും. റോഡ് സുരക്ഷാ അതോറിറ്റി യോഗങ്ങൾ എല്ലാ ജില്ലകളിലും ചേരാനും തീരുമാനമായി. റോഡ് ഘടനയിലും ട്രാഫിക്കിലും വരുത്തേണ്ട മാറ്റങ്ങൾക്ക് രൂപരേഖ ഉടൻ തയ്യാറാക്കും. കാൽനട യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി ബോധവൽക്കരണം നടത്തും. ഈ ചലാനുകൾ അടയ്ക്കാനായി എല്ലാ ജില്ലകളിലും പ്രത്യേകം അദാലത്തുകൾ നടത്തും. ഹൈവേകളിൽ സ്പീഡ് റഡാറുകൾ ശക്തമാക്കും. ആൽക്കോമീറ്റർ സംവിധാനവുമായി എല്ലാ ഹൈവേകളിലും പോലീസ് വാഹനങ്ങൾ 24 മണിക്കൂറും പ്രവർത്തിക്കും. സംസ്ഥാന പാതകളിലും ചെറു റോഡുകളിലും AI ക്യാമറകൾ സ്ഥാപിക്കാനുള്ള ശുപാർശ തയ്യാറാക്കാനും ട്രാഫിക് IGക്ക് ഉന്നതതല യോഗത്തിൽ ADGP മനോജ് എബ്രഹാം നിർദ്ദേശം നൽകി. ന്യൂസ് 18 തിരുവനന്തപുരം. റോഡ് അപകടങ്ങൾ തടയാൻ നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോകുമ്പോഴും ഇന്ന് നാടെങ്ങും അപകടങ്ങൾ. ഞായറാഴ്ച പുലർച്ചെ 4 പേരുടെ മരണത്തിനിടയാക്കിയ അപകടമുണ്ടായ പത്തനംതിട്ട കൂടലിന് വിളിപ്പുറത്തുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. പാലക്കാട് വടക്കഞ്ചേരിയിലും കോട്ടയം പാലായിലും കോഴിക്കോട് മുക്കത്തും അപകടങ്ങളുണ്ടായി. കഴിഞ്ഞ ദിവസം 4 പേർക്ക് ജീവൻ നഷ്ടമായ കൂടലിലെ അപകടസ്ഥലത്തിന് 1 കിലോമീറ്റർ അകലെയാണ് ഇന്നും അപകടമുണ്ടായത്. പിന്നോട്ടെടുത്ത ടിപ്പർ ലോറി ഇടിച്ച് കൂടൽ സ്വദേശി ഗംഗാധരൻ മരിച്ചു. കോട്ടയം പാലായിൽ നിർത്തിയിട്ടിരുന്ന ലോറിയുടെ പിന്നിൽ കാറിടിച്ചാണ് അമ്മയ്ക്കും മക്കൾക്കും പരിക്കേറ്റത്. എലിക്കുളം സ്വദേശി ജയലക്ഷ്മിയും ഇവരുടെ 4ഉം 1ഉം വയസ്സുള്ള കുട്ടികളും ചികിത്സയിലാണ്. പുലർച്ചെ 3:30 പൊൻകുന്നം റോഡിൽ ചരളയിലായിരുന്നു അപകടം.
ഡ്രൈവർ ഉറങ്ങിയതാണ് അപകട കാരണം. മുക്കം അരീക്കോട് റോഡിൽ ഒമ്നി വാൻ പോസ്റ്റിലിടിച്ചു കയറി യാത്രക്കാർക്ക് പരിക്കുപറ്റി. മണ്ണുത്തി വാളയാർ ദേശീയപാതയിലും ഇന്ന് അപകടമുണ്ടായി. മംഗലത്ത് വച്ച് നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിലിടിച്ച് മറിയുകയായിരുന്നു. പരിക്കേറ്റ ചീരക്കുഴി സ്വദേശി അഷ്റഫും പാലക്കുഴി സ്വദേശി ജോമോനും ചികിത്സയിലാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. തിരുവനന്തപുരത്തെ നിശ ക്ലബ്ബിൽ ഗുണ്ടാ സംഘങ്ങളുടെ തമ്മിലടിയിൽ 10 പേർ അറസ്റ്റിൽ. എയർപോർട്ട് സാജനും മകൻ ഡാനിയും ഉൾപ്പെടെ 10 പേരാണ് അറസ്റ്റിലായത്. നോട്ടീസ് കിട്ടിയിട്ടും ഓം പ്രകാശ് ഹാജരായില്ല. നഗരത്തിൽ പോലീസ് രാത്രി പരിശോധന കർശനമാക്കിയെന്ന് പറഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ഈഞ്ചക്കൽ നിശ ക്ലബ്ബിൽ ഗുണ്ടാ സംഘങ്ങളുടെ ഏറ്റുമുട്ടൽ. ഡാൻസ് ബാറിലെ DJ പാർട്ടി തടസ്സപ്പെടുത്താൻ ഓംപ്രകാശും കൂടെയുണ്ടായിരുന്ന നിധിനും ശ്രമിച്ചതാണ് പ്രശ്നങ്ങളുടെ തുടക്കമെന്ന് പോലീസ് പറയുന്നു. DJ നടത്തിയിരുന്ന ഡാനിയുമായാണ് ആദ്യം തർക്കമുണ്ടായത്. പിന്നാലെ ഡാനിയുടെ പിതാവ് എയർപോർട്ട് സാജന്റെ നേതൃത്വത്തിൽ വൻ സംഘമെത്തി ഇരു സംഘങ്ങളുമായി ഏറ്റുമുട്ടലായി. സംഘർഷത്തിൽ ഓംപ്രകാശിനും നിധിനും പരിക്കേറ്റു. ന്യൂസ് 18 വാർത്ത പുറത്തുവിട്ടതോടെയാണ് ഫോർട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. ഇന്നലെ 75ഓളം പേരെ പ്രതിയാക്കി കേസെടുത്തു. ഈ കേസിലാണ് സാജൻ, ഡാനി, വലിയതുറ സ്വദേശി ബ്രിട്ടോ, തിരുമല സ്വദേശി അരുൺ എന്നിവരുൾപ്പെടെ 10 പേർ അറസ്റ്റിലായത്. ഓംപ്രകാശിനോടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബാറിലെ സംഘർഷത്തിന്റെ അടുത്ത ദിവസം ഓംപ്രകാശും സംഘാംഗങ്ങളും മണിക്കൂറുകളോളം ചലച്ചിത്രോത്സവ വേദിയിലെത്തിയതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നേരത്തെ പാറ്റൂരിലെ വെട്ടുകേസിൽ ഓംപ്രകാശിന് രക്ഷപ്പെടാൻ സഹായിച്ചവരെക്കുറിച്ചുള്ള അന്വേഷണവും പാതി വഴിയിലാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായുള്ള ഇയാളുടെ അടുത്ത ബന്ധമാണ് ഇതിനു കാരണമെന്നാണ് സൂചന. ന്യൂസ് 18 തിരുവനന്തപുരം. പോലീസ് ഉദ്യോഗസ്ഥർ ഗുണ്ടകൾക്കൊപ്പം മദ്യപിച്ച് തമ്മിലടിച്ച സംഭവത്തിൽ അന്വേഷണത്തിന് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശം. ഗുണ്ടകൾക്കൊപ്പം പോലീസുകാർ മദ്യപിച്ചെന്നും തമ്മിലടിച്ചെന്നും വ്യക്തമാക്കുന്ന റിപ്പോർട്ടാണ് ഇന്റലിജൻസ് ADGP പോലീസ് മേധാവിക്ക് നൽകിയത്. ഓം പ്രകാശ് ഉൾപ്പെടെയുള്ള ഗുണ്ടകളുടെ സാന്നിധ്യത്തിലായിരുന്നു പോലീസിന്റെ തമ്മിലടി. ന്യൂസ് 18 ഇംപാക്ട്. ഈ മാസം 4-ന് തിരുവനന്തപുരം വഴയിലയിലെ ഹോട്ടൽ ഉദ്ഘാടനത്തിന് ശേഷം ഹോട്ടൽ ഉടമ നടത്തിയ മദ്യസത്കാരത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥരും ഗുണ്ടകളും ഒരുമിച്ച് പങ്കെടുത്തത്. IPS ഉദ്യോഗസ്ഥൻ, SP, 2 സർക്കിൾ ഇൻസ്പെക്ടർമാർ, പോലീസുകാർ എന്നിവർ വിരുന്നിനെത്തി. സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലെ CI യഹിയ, ക്രൈംബ്രാഞ്ച് CI ജയചന്ദ്രൻ എന്നിവരാണ് തമ്മിൽ തല്ലിയത്. ഗുണ്ടാ നേതാവ് ഓംപ്രകാശിനെ വിരുന്നിലേക്ക് വിളിച്ചതിനെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിലേക്ക് നീങ്ങിയത്. ഓംപ്രകാശിനെ കൂടാതെ മരുതൻകുഴി അമ്പിളി, കാഞ്ഞിരമ്പാറ അബു തുടങ്ങി ക്രിമിനൽ കേസ് പ്രതികളുടെ വലിയൊരു നിരയും ഈ സമയം ഹോട്ടലിലുണ്ടായിരുന്നു. കുടുംബസമേതമാണ് SP എത്തിയത്. പോലീസിന് നാണക്കേടായ സംഭവത്തിൽ കർക്കശ നടപടിക്കാണ് സർക്കാർ നിർദ്ദേശം. പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം നടക്കുന്ന അന്വേഷണത്തിന് ശേഷം ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകും. നേരത്തെയും തലസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥരും ഗുണ്ടകളുമായുള്ള വിശുദ്ധ ബന്ധം പോലീസിന് നാണക്കേടുണ്ടാക്കിയിരുന്നു. കേസുകളിൽപ്പെടുന്ന ഗുണ്ടാതലവന്മാർക്ക് രക്ഷപ്പെടാനും ഒളിവിൽ കഴിയാനും പോലീസിന്റെ സഹായം ലഭിക്കാറുണ്ടെന്നും ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ചോദ്യപേപ്പർ ചോർച്ച അന്വേഷിക്കാൻ 6-അംഗ സമിതിയെ ചുമതലപ്പെടുത്തി വിദ്യാഭ്യാസ വകുപ്പ്. ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. ഇപ്പോൾ നടക്കുന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് പുറമെയാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര അന്വേഷണവും. അധ്യാപകരുടെ സ്വകാര്യ ട്യൂഷനെക്കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചതായും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിൽ 6-അംഗ സമിതിയെ അന്വേഷണ കമ്മീഷൻ രൂപീകരിച്ചു. അതോടൊപ്പം തന്നെ പോലീസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണവും നടക്കും. പ്രൈവറ്റ് ട്യൂഷൻ സെൻ്ററുകളിൽ നമ്മുടെ അധ്യാപകർ പഠിപ്പിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം കൂടി അന്വേഷണം നടത്തുന്നതാണ്. ചില വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വയനാട് പുനരധിവാസത്തിന് സഹായം വാഗ്ദാനം ചെയ്ത കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് നന്ദി അറിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അയച്ച കത്ത് പുറത്ത്. പ്രകൃതി ദുരന്തങ്ങൾക്ക് സാധ്യതയില്ലാത്ത സ്ഥലങ്ങളിൽ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാനാണ് സർക്കാർ മുൻഗണന നൽകുന്നതെന്ന് കത്തിൽ മുഖ്യമന്ത്രി സൂചിപ്പിച്ചു. 100 വീടുകൾ നിർമ്മിക്കാൻ കർണാടക സർക്കാർ കാണിച്ച പിന്തുണയ്ക്ക് നന്ദി രേഖപ്പെടുത്തിയ മുഖ്യമന്ത്രി നിർദ്ദിഷ്ട ടൗൺഷിപ്പിന്റെ വിശദാംശങ്ങളുമായി കർണാടക സർക്കാരിനെ ഉടൻ ബന്ധപ്പെടുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ മാസം 13-നാണ് മുഖ്യമന്ത്രി കത്തയച്ചത്. സഹായ വാഗ്ദാനത്തോട് കേരളം പ്രതികരിച്ചില്ലെന്ന് നേരത്തെ കർണാടക വിമർശനമുന്നയിച്ചിരുന്നു.
തിരുവനന്തപുരം വഞ്ചിയൂരിൽ ഗതാഗതം തടഞ്ഞുള്ള CPM സമ്മേളനത്തിൽ പങ്കെടുത്തത് 16 നേതാക്കളെന്ന് പോലീസ്. MV ഗോവിന്ദൻ, M വിജയകുമാർ, കടകംപള്ളി സുരേന്ദ്രൻ, V ജോയി, VK പ്രശാന്ത് തുടങ്ങിയവർ വേദിയിലുണ്ടായിരുന്നുവെന്ന് ഹൈക്കോടതിയിൽ വഞ്ചിയൂർ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ഹൈക്കോടതിയിൽ DGPയും വിശദീകരണം നൽകി. പരിപാടികൾക്ക് അനുമതി നൽകരുതെന്ന് നേരത്തെ സർക്കുലർ ഇറക്കിയിരുന്നതായും സംഘാടകർക്കെതിരെ കേസെടുത്തതായും DGP കോടതിയെ അറിയിച്ചു. കേസിൽ ഇന്നും ഹൈക്കോടതി കടുത്ത വിമർശനം ഉന്നയിച്ചു. യോഗത്തിൽ പങ്കെടുത്ത നേതാക്കളടക്കം നിയമ നടപടി നേരിടേണ്ടി വരും. വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. ഫുട്പാത്തിൽ പോലും ജനങ്ങൾക്ക് രക്ഷയില്ലെന്ന് വിമർശിച്ച കോടതി പനയമ്പാടത്തെ 4 കുട്ടികളുടെ മരണവും ഓർമ്മിപ്പിച്ചു. ക്യാമ്പസുകളിൽ രാഷ്ട്രീയം നിരോധിക്കേണ്ടതില്ലെന്ന ഹൈക്കോടതി. ക്യാമ്പസുകളിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുകയാണ് വേണ്ടത്. മതത്തിന്റെ പേരിൽ ഉണ്ടാകുന്ന സംഭവങ്ങളുടെ പേരിൽ മതം നിരോധിക്കാറില്ലല്ലോ എന്നും കോടതി ചോദിച്ചു. കോളേജുകളിലെ വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ പരിഗണിക്കവെയാണ് ജസ്റ്റിസ് A മുഹമ്മദ് മുഷ്താഖ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റെ പരാമർശം. NCPയിലെ മന്ത്രിമാറ്റത്തിൽ തീരുമാനം ഈ മാസം 17-ന് ശേഷമെന്ന അധ്യക്ഷൻ PC ചാക്കോ. അഖിലേന്ത്യാ നേതൃത്വത്തിന്റേതായിരിക്കും തീരുമാനം. ഘടകകക്ഷികളുടെ തീരുമാനം നടപ്പിലാക്കാൻ മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും PC ചാക്കോ പറഞ്ഞു. അതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി എടുക്കുന്ന തീരുമാനമാണ് അവസാന തീരുമാനം. കാരണം ഒരു ജനാധിപത്യ സംവിധാനത്തിൽ മുഖ്യമന്ത്രിയുടെ വിൽ ആൻഡ് പ്ലഷറാണ് ആരെ വേണം മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിൽ ചേർക്കാനെന്നുള്ളത്. പക്ഷെ ഒരു ഘടകകക്ഷി എടുക്കുന്ന ഒരു തീരുമാനം അംഗീകരിക്കാനും നടപ്പാക്കാനുമുള്ള ബാധ്യത മുഖ്യമന്ത്രിക്ക് ഉണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. 17-ാം തീയതിക്ക് ശേഷം ഞങ്ങളെ അക്കാര്യത്തിൽ ഒരു അവസാന തീരുമാനം അറിയിക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. മന്ത്രി മാറിയാലും മാറിയില്ലെങ്കിലും ആ തീരുമാനം ഞങ്ങളുടേതല്ല, അത് അഖിലേന്ത്യാ പ്രസിഡന്റിൻ്റെതായിരിക്കും. അദ്ദേഹത്തിന് ഞങ്ങളത് വിട്ടുകൊടുത്തിരിക്കുകയാണ്. മണിയാർ പദ്ധതിയിലെ കരാർ നീട്ടുന്നതിൽ മന്ത്രിസഭയിലെ ഭിന്നത പുറത്ത്. കരാർ നീട്ടരുതെന്നാണ് വൈദ്യുതി വകുപ്പിന്റെ നിലപാടെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി പറഞ്ഞു. കരാർ നീട്ടണമെന്ന വ്യവസായ വകുപ്പിന്റെ നിലപാടിൽ അന്തിമ തീരുമാനമായിട്ടില്ല. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി തീരുമാനമെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇലക്ട്രിസിറ്റി ബോർഡിന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇനി തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയും ക്യാബിനറ്റും അല്ലേ. ഒരു വ്യവസായിക്ക് പ്രോത്സാഹനത്തിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. അപ്പോൾ വ്യവസായം വരുന്നതിന് ഒരു ദോഷം വരുമോ എന്നുള്ളതാണ് ഇൻഡസ്ട്രീസിന്റെ അഭിപ്രായം. ഇത് രണ്ടും കൂടി ചർച്ച ചെയ്തിട്ട് ഒരു തീരുമാനം ഉണ്ടാവും. അന്നൊരു യോഗം കൂടിയെന്ന് മാത്രമേ ഉള്ളൂ. 2 അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ മിനിറ്റ്സ് ഒക്കെ വരുന്നേ ഉള്ളൂ. ഇലക്ട്രിസിറ്റി ബോർഡിന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം കൂടി CMന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. മണിയാർ കാർബറോണ്ടം കരാർ കൊള്ളയെന്ന് K മുരളീധരൻ. മന്ത്രിസഭയിൽ പോലും ആലോചിക്കാതെ ഏകപക്ഷീയമായാണ് മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും തീരുമാനമെടുത്തത്. മന്ത്രി K കൃഷ്ണൻകുട്ടി രാജിവെക്കണമെന്നും K മുരളീധരൻ പറഞ്ഞു. എഗ്രിമെന്റിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, പൂർണ്ണ ഉൽപാദനം തുടങ്ങിക്കഴിഞ്ഞാൽ 30 വർഷത്തിനുള്ളിൽ KSEBക്ക് കൈമാറണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കൈമാറേണ്ട സമയത്ത് ക്യാബിനറ്റ് നിയോഗിച്ച സബ് കമ്മിറ്റി ആയിട്ട് പോയിട്ട് ആലോചിക്കാതെ ഏകപക്ഷീയമായി മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും ചേർന്നിട്ടാണ് 25 വർഷം കൂടെ നിലവിലുള്ള കമ്പനിക്ക് എക്സ്റ്റൻഷൻ കൊടുക്കുന്നത്. വൈദ്യുതി ബോർഡിലെ ഒരു കരാർ പുതുക്കുന്നത് മന്ത്രിയോട് ചോദിക്കാതെ മുഖ്യമന്ത്രി ഏകപക്ഷീയമായി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ മന്ത്രി ആ സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യനല്ല, അദ്ദേഹം രാജിവെക്കേണ്ടതാണ്. പാലക്കാട് പനയമ്പാടത്ത് 4 വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ അപകടത്തിന് പിന്നാലെ അടച്ച കരിമ്പ സ്കൂൾ തുറന്നു. അനുശോചന യോഗത്തിന് ശേഷമായിരുന്നു ക്ലാസ് തുടങ്ങിയത്. അതേസമയം അപകടമുണ്ടായ പനയമ്പാടത്ത് റോഡ് സുരക്ഷയ്ക്കായി നടപടി തുടങ്ങി. ദിവസങ്ങൾക്ക് മുൻപ് റിതയും നിതയും ആയിഷയും ഇർഫാനെയും കളിച്ചു ചിരിച്ച് നടന്ന സ്കൂൾ മുറ്റത്ത് മൂകത മാത്രം. ഓർമ്മപ്പൂക്കൾ സമർപ്പിക്കാൻ സഹപാഠികൾ ഒത്തുചേർന്നു. കൂട്ടുകാരുടെ വേർപാടുണ്ടാക്കിയ ദുഃഖത്തിൽ നിന്നും പലരും മോചിതരായിട്ടില്ല. അപകടത്തിൽ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട അജ്ന ഇന്ന് സ്കൂളിലെത്തിയില്ല. അപകടമുണ്ടാക്കിയ ആഘാതത്തിലാണ് അജ്ന. അപകടത്തെ തുടർന്നടച്ച കരിമ്പ സ്കൂൾ 3 ദിവസങ്ങൾക്ക് ശേഷമാണ് തുറന്നത്. അധ്യാപകരും വിദ്യാർത്ഥികളും കറുത്ത ബാഡ്ജണിഞ്ഞെത്തി. അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ കണ്ണീർ പ്രണാമം അർപ്പിച്ചുകൊണ്ട് അവരുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കുവാൻ വേണ്ടി യോഗം ആരംഭിക്കുന്നതിന് മുമ്പ് എല്ലാവരും 1 മിനിറ്റ് മൗനം ആചരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സ്വപ്നങ്ങൾ ബാക്കിയാക്കി മടങ്ങിയവരുടെ കുടുംബത്തിന് കൈത്താങ്ങാകുമെന്ന് PTA. നമ്മളുടെ കൂടെ നിന്നും നഷ്ടപ്പെട്ടു പോയ അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളതേ നമുക്ക് ചെയ്യാനുള്ളൂ.
അവരുടെ കുടുംബങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അതിന് പരിഹരിച്ചു കൊടുക്കുക, ആ കുരുന്നുകളുടെ സ്വപ്നങ്ങൾ അത് പൂർത്തിയാക്കാനായി യത്നിക്കുക. ഈ കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ ചെയ്യും എന്നുള്ളൊരു പ്രതിജ്ഞ നമുക്കിന്നെടുക്കാം. അതേസമയം പനയമ്പാടത്ത് റോഡിന്റെ സുരക്ഷ കൂട്ടുന്നതിനായി നടപടി തുടങ്ങി. അപകടമുണ്ടായയിടത്ത് ഡിവൈഡർ സ്ഥാപിച്ചു. റോഡിന്റെ ഗ്രിപ്പിംഗ് കൂട്ടുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. ന്യൂസ് 18 പാലക്കാട്. കൊല്ലം കണ്ണനെല്ലൂരിൽ സ്കൂൾ ബസ്സിന് തീപിടിച്ചു. ആളപായമില്ല. ട്രിനിറ്റി ലൈസയൻസ് സ്കൂളിന്റെ ബസ്സിനാണ് തീപിടിച്ചത്. ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടലാണ് വൻ അപകടം ഒഴിവാക്കിയത്. പുക വീഴുന്നത് കണ്ടപ്പോൾ ബസ് നിർത്തി വിദ്യാർത്ഥികളെ പുറത്തിറക്കുകയായിരുന്നു. ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ബസ് പൂർണ്ണമായും കത്തിനശിച്ചു. സ്വിഗ്ഗി ജീവനക്കാർ സമരം പിൻവലിച്ചു. തൊഴിൽ മന്ത്രിയുടെ ഇടപെടലിനെ തുടർന്നാണ് തീരുമാനം. ക്രിസ്മസിന് മുന്നോടിയായി 23-ാം തീയതി മാനേജ്മെന്റുമായി മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്യാമെന്ന ഉറപ്പിന്മേലാണ് പണിമുടക്ക് പിൻവലിച്ചത്. CITUവിന്റെയും INTUCയുടെയും പിന്തുണയോടെയാണ് രാവിലെ അനിശ്ചിതകാല സമരം തുടങ്ങിയത്. ഇൻസ്റ്റാമാർട്ട് ജീവനക്കാരും ഭക്ഷണ വിതരണക്കാരും സമരത്തിൽ പങ്കെടുത്തു. പാളയത്തെ ഇൻസ്റ്റാമാർട്ടിൽ ജോലിക്കെത്തിയവരും സമരക്കാരുമായുള്ള തർക്കം നേരിയ സംഘർഷത്തിന് ഇടയാക്കിയിരുന്നു. ടിപ്പല്ല കിലോമീറ്റർ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഉടായ്പാണ് സ്വിഗ്ഗി കാണിക്കുന്നത്. എന്തായാലും റെഡ് കാർഡ് മാറാതെ ഈ സമരം പിൻവലിക്കുകയല്ല. അനിശ്ചിതകാല സമരം, വേതന വർധനവ് സ്വിഗ്ഗി മാനേജ്മെന്റ് തൊഴിലാളികളുമായിട്ട് ചർച്ചയ്ക്ക് വരുന്നത് വരെ സമരം തുടരും. നിനക്ക് കൂടി വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്, മനസ്സിലായോ? നിനക്ക് കൂടി വേണ്ടിയിട്ടാണ്, നിനക്ക് കൂടി ഞങ്ങൾക്ക് ജോലി കളഞ്ഞിട്ട് സമരം ചെയ്യണത്. എന്താ ജോലി കളഞ്ഞിട്ട് സമരം? ഞങ്ങൾ ജോലി കളഞ്ഞിട്ട് ഈ പുള്ളി പൈസ മേടിച്ചുകൊണ്ട് എന്റെ ID ബ്ലോക്ക് ചെയ്ത വ്യക്തിയാണ് ഈ പുള്ളി, മനസ്സിലായില്ലേ? എത്ര മണിക്കൂർ വർക്ക് ചെയ്യും? എത്ര മണിക്കൂർ ഞാൻ വർക്ക് ചെയ്യും? 15-16 മണിക്കൂർ. വന നിയമ ഭേദഗതി കരട് വിജ്ഞാപനം പിൻവലിക്കണമെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. ഇത് കിരാത നിയമമാണ്. വനംവകുപ്പിന്റേത് ജനവിരുദ്ധ നിലപാടാണ്. ഇക്കാര്യത്തിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും മാർ ജോസഫ് പാംപ്ലാനി പറഞ്ഞു. ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് ഞങ്ങൾ നിർബന്ധിതരാവുകയാണ്. ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി ശശീന്ദ്രൻ സാറ് ഞങ്ങളോട് വിശദമായി സംസാരിച്ചിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുൻപ്. ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ അനുഭാവപൂർവ്വം പരിഗണിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് പോയതാണ്. അതിനുശേഷമാണ് ഇപ്രകാരം ഒരു നിയമവുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഈ നിയമം ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പുതിയ നിയമ സംവിധാനം രൂപപ്പെടുത്തണം. അതിനുള്ള സത്വര നടപടികൾ ഉണ്ടാകണം. ഇതിലെ നിയമങ്ങൾ എന്ന് പറയുന്നത് ഒരു ഉത്തര കൊറിയ പോലെയുള്ള രാജ്യത്ത് നടപ്പിലാക്കേണ്ട നിയമങ്ങളാണ് ഇതിൽ വനപാലകരായ ഉദ്യോഗസ്ഥര് എഴുതി ചേർത്തിരിക്കുന്നത്. വന നിയമ ഭേദഗതി ബില്ലിനെതിരെ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി രംഗത്തെത്തിയതിന് പിന്നാലെ വിശദീകരണവുമായി മന്ത്രി AK ശശീന്ദ്രൻ. കുറ്റവാളികൾക്ക് ഭയക്കാനുള്ള ഭേദഗതികൾ മാത്രമാണ് ബില്ലിൽ ഉള്ളത്. ബില്ലിലെ വ്യവസ്ഥകൾ പ്രകാരം കേസെടുക്കാനുള്ള അധികാരം റേഞ്ച് ഓഫീസർക്ക് മാത്രമാകും. നിയമസഭയിൽ വിശദമായ ചർച്ചകൾക്ക് ശേഷമേ ബില്ല് പാസാക്കുകയുള്ളൂ എന്നും മന്ത്രി വിശദീകരിച്ചു. മലയോര മേഖലകളിൽ അസ്വസ്ഥതകൾ സൃഷ്ടിക്കാൻ ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇതൊരു കരട് വിജ്ഞാപനമാണ്. അതിനർത്ഥം എന്താണ്? ഇത് ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ കിട്ടും. ഈ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ച് നിയമസഭയിൽ നിന്ന് സബ്ജക്ട് കമ്മിറ്റിക്കാണ് വിടുന്നത്. സബ്ജക്ട് കമ്മിറ്റി നിർദ്ദേശിക്കുന്ന ഭേദഗതികളോടുകൂടിയാണ് ബില്ല് സഭയിൽ അവതരിപ്പിക്കുക. അവിടെ തന്നെ അംഗങ്ങൾ ഭേദഗതി അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കും. അതിൽ സ്വീകാര്യമായതൊക്കെ സ്വീകരിച്ചു കൊണ്ടുള്ള നിലപാടാണ് ഈ ബില്ല് അവതരണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ. മലപ്പുറം അരീക്കോട് SOG ക്യാമ്പിലെ കമാൻഡോ വിനീത് ജീവൻ ഒടുക്കിയത് കടുത്ത മാനസിക സമ്മർദ്ദത്തെ തുടർന്നെന്ന് ആരോപണം. ഗർഭിണിയായ ഭാര്യയെ കാണാൻ പോലും അവധി നൽകിയില്ലെന്ന ആരോപണവുമായി കൽപ്പറ്റ MLA T സിദ്ദിഖ് രംഗത്ത് വന്നു. മരിക്കുന്നതിന് മുൻപ് വിനീത് സുഹൃത്തിനയച്ച സന്ദേശവും ക്യാമ്പിൽ എഴുതി നൽകിയ വിശദീകരണ കുറിപ്പും പുറത്തുവന്നു.
കഴിഞ്ഞ ദിവസം രാത്രി 9 മണിക്കാണ് കമാൻഡർ വിനീത് അരീക്കോട് SOG ക്യാമ്പിൽ വെച്ച് വെടിയുതിർത്ത് ജീവനൊടുക്കിയത്. 14 വർഷമായി ഇന്ത്യൻ റിസർവ് ബറ്റാലിയന്റെ ഭാഗമായിരുന്ന വിനീത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കടുത്ത സമ്മർദ്ദത്തിലായിരുന്നു. കഴിഞ്ഞ മാസമാണ് പരിശീലനത്തിന്റെ ഭാഗമായി വിനീത് അരീക്കോട് ക്യാമ്പിലെത്തിയത്. ക്യാമ്പിൽ വെച്ച് പരിശീലനത്തിനിടെ ട്രാക്ക് മാറി ഓടിയതിൽ വിനീതിനോട് വിശദീകരണം തേടിയിരുന്നു. ഗർഭിണിയായ ഭാര്യയെ കാണാൻ കഴിയാത്തതിലുള്ള സമ്മർദ്ദവും ശസ്ത്രക്രിയയെ തുടർന്നുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളും പരിശീലനത്തിൽ പരാജയപ്പെട്ടാൽ ഉണ്ടായേക്കാവുന്ന പ്രത്യാഘാതങ്ങളും വിനീതിന്റെ സമ്മർദ്ദം കൂട്ടി. ഇക്കാര്യങ്ങളെല്ലാം വിശദീകരണക്കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ടു മുൻപ് രാത്രി 8:59 വിനീത് സുഹൃത്തിന് വാട്സാപ്പിൽ സന്ദേശം അയച്ചത്. ഓട്ടത്തിൻ്റെ സമയം കൂട്ടണമെന്നും തൻ്റെ ജീവൻ അതിനായി സമർപ്പിക്കുന്നു എന്നുമാണ് സന്ദേശം. കൂടെ പണിയെടുക്കുന്നവർക്ക് പണി കൊടുക്കുന്നവരെ മാറ്റാൻ പറയണമെന്നും സന്ദേശത്തിലുണ്ട്. ആഭ്യന്തര വകുപ്പാണ് വിനീതിൻ്റെ മരണത്തിന് കാരണമെന്നും അസിസ്റ്റന്റ് കമാൻഡന്റ് അജിത്തിന് ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാനാകില്ലെന്നും MLA ടി സിദ്ദിഖ് ആരോപിച്ചു. അയച്ചിരിക്കുന്ന മെസ്സേജിൽ അവൻ പറഞ്ഞിട്ടുള്ളത് ഈ ഓട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ബറ്റാലിയനിലെ ക്രൂരമായിട്ടുള്ള ചില സമീപനത്തെക്കുറിച്ചും അത് ഇന്ന ശ്രീ അജിത്ത് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആളുകളോട് ഈ വിവരം പറയണം എന്നുള്ളതും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജാണ്. ഇന്നറായി നടക്കുന്ന പീഡനത്തിലേക്ക് വളരെ കൃത്യമായി വിരൽ ചൂണ്ടുന്ന മെസ്സേജാണ്. പോലീസിൽ നടക്കുന്ന ഇത്തരം വിഷയങ്ങൾ ഗൗരവമായിട്ടുള്ള അന്വേഷണത്തിന് വിധേയമാക്കണം. വിനീതിന്റെ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ഉണ്ടാവണം. കുടുംബത്തിന്റെ സംരക്ഷണം ഉൾപ്പെടെയുള്ള വിവിധ കാര്യങ്ങൾ സർക്കാർ തലത്തിൽ ആലോചിക്കാനുള്ള നടപടിയും സ്വീകരിക്കേണ്ടതുണ്ട്. വെടിയേറ്റ് തലയൊട്ടി തകർന്ന നിലയിലാണ് വിനീതിനെ കണ്ടെത്തിയിരുന്നത്. മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ. ന്യൂസ് 18 മലപ്പുറം. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലുകൾ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ഇന്ന് ബില്ല് അവതരിപ്പിക്കാനായിരുന്നു തീരുമാനമെങ്കിലും പിന്നീട് അത് മാറ്റുകയായിരുന്നു. രാജ്യസഭയിൽ ആരംഭിച്ച ഭരണഘടനാ ചർച്ചയിൽ ജവഹർലാൽ നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയെയും കോൺഗ്രസിനെയും കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ രൂക്ഷമായി വിമർശിച്ചു. ഇന്ത്യയെ രക്ഷിച്ച ഉരുക്കു വനിതയാണ് ഇന്ദിരാഗാന്ധിയെന്ന് മല്ലികാർജുൻ ഖർഗെ തിരിച്ചടിച്ചു. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് രാജ്യസഭയിൽ ഭരണഘടനയെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത്. കോൺഗ്രസ് സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിക്കാനും കുടുംബഭരണം നിലനിർത്താനും ഭരണഘടനയെ ഭേദഗതി ചെയ്തു. പ്രതിപക്ഷത്തെ ജയിലിലാക്കി, വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് ഭരണഘടന മാറ്റി, ആമുഖം പോലും തിരുത്തി. ഭരണഘടന അംഗീകരിച്ച് ഒരു വർഷത്തിനുള്ളിൽ അഭിപ്രായ സ്വാതന്ത്ര്യം തടയുന്നതിന് കോൺഗ്രസാണ് ആദ്യത്തെ ഭേദഗതി കൊണ്ടുവന്നതെന്നും നിർമ്മല സീതാരാമൻ. That there was a need for a first constitutional amendment, and that was brought in by the INC, and it was essentially to curb the freedom. So India, a democratic country which prides itself even today about freedom of expression, saw the first interim government coming up with a constitutional amendment which was to curb the freedom of speech of Indians. രാജ്യസഭയിൽ തുടങ്ങിയ ഭരണഘടനയുടെ 75 വർഷത്തെ മഹത്തായ യാത്രയെ സംബന്ധിച്ച ചർച്ച നാളെയും തുടരും. കഴിഞ്ഞയാഴ്ച ലോക്സഭ വിഷയം 2 ദിവസം ചർച്ച ചെയ്തിരുന്നു. ഒരേ സമയം ലോക്സഭ അസംബ്ലി തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിനുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ നാളെ ലോക്സഭയിലെത്തും. കേന്ദ്ര നിയമമന്ത്രി അർജുൻ രാം മേഘ്വാളാണ് ബിൽ അവതരിപ്പിക്കുക. ഇത് കൂടുതൽ പരിശോധനകൾക്കായി സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് കൈമാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിവിധ പാർട്ടികളിൽ നിന്നുള്ള MP-മാരുടെ ആനുപാതികമായ അംഗബലം അടിസ്ഥാനമാക്കിയായിരിക്കും സമിതി രൂപീകരിക്കുക. 2 ബില്ലുകളാണ് നാളെ ലോക്സഭയിലെത്തുന്നത്. ബില്ലിന്റെ പകർപ്പ് നേരത്തെ MP-മാർക്ക് നൽകിയിരുന്നു. 1951നും 67നും ഇടയിൽ തെരഞ്ഞെടുപ്പ് നടന്ന അതേ രീതി പുനഃസ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടുള്ള ബില്ലിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം നേരത്തെ ലഭിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. പത്തനംതിട്ട റാന്നിയിൽ യുവാവിനെ കാർ ഇടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾ പിടിയിൽ. പാർക്കിങ്ങിനെ ചൊല്ലിയുള്ള തർക്കമാണ് റാന്നി സ്വദേശി അമ്പാടിയുടെ കൊലപാതകത്തിലേക്ക് നയിച്ചത്. ആദ്യം അപകടമെന്ന് കരുതിയെങ്കിലും പോലീസിന്റെ വിശദമായ അന്വേഷണത്തിലാണ് കൊലപാതകമെന്ന് തെളിഞ്ഞത്. കേസിൽ 4 പ്രതികളാണ് പിടിയിലായത്. അജോ, അരവിന്ദ്, ശ്രീകുട്ടൻ എന്നിവരെ എറണാകുളത്ത് നിന്നും അക്സം കലീമിനെ റാന്നിയിൽ നിന്നുമാണ് പിടികൂടിയത്. ഇന്നലെ രാത്രിയാണ്
റാന്നി ചേതാങ്കൽ സ്വദേശി അമ്പാടി സുരേഷിനെ സംഘം കാറിടിച്ച് കൊലപ്പെടുത്തിയത്. റാന്നി ബീവറേജിന് സമീപം പാർക്കിങ്ങിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. കൊല്ലപ്പെട്ട അമ്പാടിയും പ്രതികളും തമ്മിൽ തർക്കമുണ്ടായതിനെ തുടർന്ന് വഴിയരികിൽ നിൽക്കുകയായിരുന്ന അമ്പാടിയെ സംഘം കാറിടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഇടിച്ച ശേഷം വാഹനം നിർത്താതെ പോയി. പ്ലാൻ ചെയ്തൊരു മർഡർ ആണോ എന്നുള്ളത് പോലീസ് കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്. മർഡർ ആണെന്നുള്ളത് കൃത്യമായി പോലീസ് സ്ഥിരീകരിച്ചു. പ്രതികളെ സംബന്ധിച്ച് വാഹനത്തെ കൃത്യമായി പോലീസ് അക്കാര്യത്തിൽ സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആദ്യം അപകടമരണം എന്നാണ് ബന്ധുക്കളും നാട്ടുകാരും കരുതിയിരുന്നതെങ്കിലും പോലീസിന്റെ വിശദമായ പരിശോധനയിലാണ് മുൻകൂട്ടിയുള്ള കൊലപാതകമെന്ന് തെളിഞ്ഞത്. ന്യൂസ് 18 പത്തനംതിട്ട. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. വാർത്തകളിലേക്ക്. മോശം പ്രകടനത്തിന് പിന്നാലെ ബ്ലാസ്റ്റേഴ്സ് കോച്ചിനെ പുറത്താക്കി മാനേജ്മെന്റ്. മുഖ്യ കോച്ച് മിഖേൽ സ്റ്റാറയ്ക്കൊപ്പം സഹ പരിശീലകരെയും പുറത്താക്കി. ബിയോൺ വെസ്ട്രോം, ഫെഡറിക്കോ പെരേര, മൊറൈസ് എന്നിവരെയും നീക്കി. പുതിയ പരിശീലകരെ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് അറിയിച്ചു. സീസണിൽ നിലവിൽ 10ാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ്. കേരളത്തിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ ശൃംഖലയായ പിട്ടാപ്പള്ളിയിൽ ഏജൻസീസിന്റെ വിപുലീകരിച്ച ഷോറൂം മലപ്പുറം പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സായിദ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ പിട്ടാപ്പള്ളിൽ, ഡയറക്ടർമാരായ ഫ്രാൻസിസ് പിട്ടാപ്പള്ളിൽ, അജോ പിട്ടാപ്പള്ളിൽ, ജനറൽ മാനേജർ AJ തങ്കച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു. ഫാദർ ആന്റണി ജോർജ് കാരിക്കുന്നേൽ ആശീർവാദ കർമ്മം നിർവഹിച്ചു. ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറിന്റെ ഭാഗമായി വാവ് സെയിൽ ഓഫറിലൂടെ ബമ്പർ സമ്മാനമായി ഇലക്ട്രിക് കാർ കൂടാതെ ആകർഷകമായ മറ്റ് സമ്മാനങ്ങളും സ്വന്തമാക്കാൻ അവസരമുണ്ട്. പിട്ടാപ്പള്ളിയിൽ വണ്ടേഴ്സ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ 15,000 രൂപ വരെ ക്യാഷ് ബാക്ക് നേടുവാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. വീടിനും ഓഫീസിനും ആവശ്യമായ എല്ലാ ബ്രാൻഡുകളിലും ഉള്ള ഉപകരണങ്ങളും വിപുലമായി ഒരുക്കിയിട്ടുണ്ട് പിട്ടാപ്പള്ളിയിൽ ഏജൻസീസിൽ. പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് പെരിന്തൽമണ്ണയിൽ ഷോറൂം ഇനാഗറേഷൻ കഴിഞ്ഞിട്ട് ഇന്നേക്ക് 2 വർഷം പൂർത്തിയാകുകയാണ്. 2ാം വാർഷികം ആഘോഷിക്കുന്നതിനോടൊപ്പം ഈ ഷോറൂമിനോട് ചേർന്ന് കിട്ടുന്ന നല്ലൊരു ഏരിയ കൂടി എടുത്ത് ഇതിനെ ഒരു വലിയ ഷോറൂമാക്കി മാറ്റുക കൂടി ഇന്ന് ചെയ്യുകയുണ്ടായി. ഷോറൂം വിപുലീകരിക്കണമെന്നുള്ള ആശയം സ്റ്റാഫ് അംഗങ്ങളും കസ്റ്റമേഴ്സും പറയാൻ തുടങ്ങി. മറ്റെവിടെയെങ്കിലും പോയി 2ാമതൊരു ബ്രാഞ്ച് തുടങ്ങുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ഈ ബിൽഡിങ്ങിന് അടുത്ത സ്പേസ് വേക്കൻ്റ് ആവുന്നു, ഞങ്ങളോട് അതുകൂടെ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഷോറൂമിനെ വലുതാക്കി കൂടുതൽ ഏരിയയും കൂടുതൽ പാർക്കിംഗ് സൗകര്യത്തോടു കൂടി ഇന്നിവിടെ ഇത് വിപുലീകരിച്ച് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ശരണമന്ത്രമുഖരിതം സന്നിധാനം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. സന്നിധാനത്ത് ദീപാരാധനയാണ് തത്സമയം.
ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് മിൽമാഗി. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ഇനി നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7140 രൂപ, പവന് 57,120 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5895 രൂപ, പവന് 47,160 രൂപ. വെള്ളി ഗ്രാമിന് 97 രൂപ, കിലോഗ്രാമിന് 97,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചൂസ് യുവർ സ്പെഷ്യൽ. ലൈവ് അറ്റ് 6 പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം കാണാം സകലമാന കേരളം. സുവി വിശ്വനാഥനെത്തും. നമസ്കാരം. ക്യാമ്പസുകളിൽ രാഷ്ട്രീയം